പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ ലക്ഷ്യമിട്ടത് കൂടുതൽ വലിയ തട്ടിപ്പുകൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വോളണ്ടിയർ ഗ്രാം എന്നിവയിലൂടെ പണം തട്ടാനായിരുന്നു അനന്തു കൃഷ്ണന്റെ പദ്ധതി. CSR ഫണ്ടിന് പകരം തനതു നിലയിൽ പണസമാഹരണവും ലക്ഷ്യമിട്ടതായി അനന്തു കൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അനന്തു കൃഷ്ണന്റെ വിശദീകരണ ശബ്ദരേഖ 24 പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പിൽ പിടിയിലായിരുന്നില്ലെങ്കിൽ അനന്തുകൃഷ്ണൻ തട്ടിയെടുക്കാനിരുന്നത് അനേക കോടികൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ഇയാൾ നടത്തി. അപ്പോൾ വ്യവസായ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയിട്ടുള്ളത്. അവരുടെ മുതൽ മുടക്കാണ് യഥാർത്ഥത്തിൽ അത് എൻ്റെ കമ്പനിയെ വിശ്വാസത്തിൽ എന്നെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് അവർ നൽകിയ പൈസയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുള്ളത്. ആ ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ അവർക്കിനി തയ്യലിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും, തുണിത്തരങ്ങൾ കൊടുക്കാൻ കഴിയും, ക്ലസ്റ്ററുകൾ തുടങ്ങാൻ പോകും. നമ്മൾ 100 ക്ലസ്റ്റർ അനൗൺസ് ചെയ്ത് നടത്താൻ പോകാൻ വേണ്ടിയാണ്. 100 ക്ലസ്റ്ററുകളിലേക്ക് മെറ്റീരിയൽസ് എത്താൻ പോവുകയാണ് അടുത്ത ദിവസം. ഇൻസ്റ്റഗ്രാമിന് ബദലായി വോളണ്ടിയർ ഗ്രാം എന്ന ആപ്പ് പുറത്തിറക്കുന്നതും വളരുന്നതും വിൽക്കുന്നതും ഇയാളുടെ ചിന്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ലക്ഷ്യം. നിലവിൽ ഇത്രയും കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ആ കുട്ടികളെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊരു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ബദൽ പോലെയുള്ള ഒരു വോളണ്ടിയർ ഗ്രാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നാളെ ഇത് ചെയ്യാൻ വരുമ്പം ആ ആപ്പിനുള്ളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്ന് യുവാക്കൾ വരുമ്പോൾ അതിന് വാല്യുവേഷൻ നടത്തി ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ ആപ്പിനെ വിൽക്കണമെന്നാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ചില രൂപതകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന വാദവും ഇയാൾ നിരത്തി. എന്നെ അതിനകത്ത് ഒരു 60-ലധികം രൂപതകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഓരോ രൂപതയുടെ പേരെടുത്ത് ഇപ്പൊ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രൂപതയും ചില ക്ലസ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ രൂപതകളും എന്നെ സഹായിച്ചവരുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ NGO കോൺഫെഡറേഷൻ യോഗത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വിശദീകരണങ്ങൾ. വാങ്ങിയ പണത്തിന് വാഗ്ദാനം നടപ്പാക്കാതെ വന്നപ്പോൾ പലരും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ജൂൺ 30-നകം വാഗ്ദാനം നിറവേറ്റുമെന്നും ഇയാൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. CSR ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് കൺസൾട്ടൻസി ഫീസ് തരുന്നവരുണ്ടെന്നും ഡീലർ കമ്മീഷൻ കിട്ടുമെന്നും ആ പണം വാഗ്ദാനം നിറവേറ്റാൻ വിനിയോഗിക്കുമെന്നൊക്കെ അനന്തകൃഷ്ണൻ യോഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. B. ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്ക് 24.